അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്നതിന് ഏറ്റവും ശക്തമായ തെളിവ് മനുഷ്യന്റെ ബുദ്ധിയിലൂടെ തന്നെ അവന് ലഭിക്കുന്നതാണ്. എന്തിനധികം ചെറിയ കുട്ടികൾ അവരുടെ ബുദ്ധിയിൽ വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് അറിയിക്കുന്ന ഈ ബുദ്ധിപരമായ തെളിവിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം മനുഷ്യന്റെ ബുദ്ധി ഏതൊരു പ്രവൃത്തി കാണുന്നുണ്ട് എങ്കിലും അത് ചെയ്ത ഒരാൾ അതിനു പിന്നിലുണ്ട് എന്ന് അംഗീകരിക്കുന്ന ബുദ്ധിയാണ്. അതില്ലാതെ അവന് ചിന്തിക്കാൻ സാധിക്കുകയില്ല. എന്തൊരനക്കമുണ്ടായാലും അത് അനക്കിയ ഒരാൾ വേണം, അതിനൊരു കാരണം വേണം. എന്തൊരു ശബ്ദമുണ്ടായാലും അത് പുറപ്പെടുവിപ്പിച്ച ഒരാൾ വേണം. അത് മനുഷ്യന്റെ കേവല ബുദ്ധിയാണ്. ചെറിയ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരുടെ പിന്നിൽ നിന്ന് ഒന്ന് കൈകൊട്ടിയാൽ, ഒരു ശബ്ദമുണ്ടാക്കിയാൽ അവർ തിരിഞ്ഞു നോക്കും. ആരാണ് ശബ്ദമുണ്ടാക്കിയത് എന്നറിയുന്നതിന് വേണ്ടി. കുട്ടികളെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു ശബ്ദമുണ്ടായാൽ അത് ഉണ്ടാക്കുന്ന ഒരാൾ ഉണ്ടായിരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഒരു പ്രവൃത്തി ഉണ്ടായാൽ അത് ചെയ്യുന്ന ഒരു കർത്താവ് ഉണ്ടായിരിക്കും എന്ന ബുദ്ധിപരമായ തെളിവുകൾ കുട്ടികളെ പഠിപ്പിച്ചതിന് ശേഷമാണ് അവർ തിരിഞ്ഞു നോക്കുന്നത്. അല്ല, ആ കുട്ടിക്ക് ഒരു വാക്ക് പോലും പറയാൻ സാധിക്കുന്നതിന് മുൻപ് അതിനറിയാം ഒരു ശബ്ദമുണ്ടായാൽ അത് ഉണ്ടാക്കുന്ന ഒരാളുണ്ടായിരിക്കും. വെറുതെ പ്രപഞ്ചത്തിൽ ഒരു ശബ്ദമുണ്ടാവുകയില്ല എന്ന് കുട്ടികൾക്കറിയാം. അതുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിയിട്ട് കുട്ടി തിരിഞ്ഞു നോക്കില്ല, അതിന് ചെവിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് ആളുകൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ബുദ്ധി കുട്ടിക്ക് നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയുന്നത് കൊണ്ടാണ്. ഈ പ്രപഞ്ചമെല്ലാം യാദൃശ്ചികമായി വെറുതെ അങ്ങ് ഉണ്ടായതാണ്, ഒന്നുമില്ലാതെ ഒരു ദിവസം പെട്ടെന്ന് വെറുതെ അങ്ങ് ഉണ്ടായിപ്പോയതാണ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അയാളൊരു വഴിയിലൂടെ ഇരുട്ടത്ത് അങ്ങനെ നടന്നു പോവാൻ, പിന്നിൽ നിന്നൊരു ശബ്ദം കേട്ടു, തിരിഞ്ഞു നോക്കി, ഒന്നും കാണാനില്ല. ഏതെങ്കിലും ഒരു മനുഷ്യന് വിചാരിക്കും ഈ പ്രപഞ്ചം തന്നെ വെറുതെ ഉണ്ടായി, ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒച്ച അങ്ങ് വെറുതെ ഉണ്ടായാൽ എന്താണ് എന്ന് വിചാരിച്ചാൽ തിരിഞ്ഞു നടന്നു പോവോ? ഇക്കണ്ട പ്രപഞ്ചമെല്ലാം വെറുതെ ഉണ്ടായി എങ്കിൽ എന്തുകൊണ്ടൊരു ചെറിയ ശബ്ദം വെറുതെ ഉണ്ടായിക്കൂടാ? ഇതെല്ലാം കേവല യാദൃശ്ചികതയായിരുന്നു എങ്കിൽ ഇതിനുള്ളിൽ നടക്കുന്നത് മുഴുവൻ യാദൃശ്ചികതയാകേണ്ടതായിരുന്നു. ഇത് കേവല ബുദ്ധിയാണ്. അതുകൊണ്ടാണ് അൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ പറയപ്പെടുന്ന ഒരു കഥയുണ്ട്. ചില ആളുകൾ അദ്ദേഹത്തിന്റെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഈ വിഷയത്തിൽ നിങ്ങളുമായി ഒരു വാദപ്രതിവാദം നടത്താൻ ഞങ്ങൾ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു, ശരി, വാദപ്രതിവാദം നടത്താം. അങ്ങനെ അവർ സമയം നിശ്ചയിച്ചു, ദിവസം നിശ്ചയിച്ചു, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് എത്തിച്ചേരണം. സമയം വന്നെത്തി, ആളുകൾ കാത്തു നിൽക്കുകയാണ്. അബൂ ഹനീഫയെ കാണാനില്ല. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അദ്ദേഹം കിതച്ചുകൊണ്ട് വരുന്നു. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്താണ് വൈകാൻ കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്ന വഴിക്ക് ഒരു പുഴയുണ്ട്, ആ പുഴയുടെ കരയിലെത്തിയപ്പോൾ അവിടെ ആ പുഴ കടക്കാൻ ഒരു തോണിയോ മറ്റോ ഇല്ല. അപ്പോൾ ഇങ്ങോട്ട് കടക്കാൻ എന്താണ് വഴി എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ എവിടെ നിന്നാണെന്ന് അറിയില്ല, കുറേ മരത്തടികൾ ഇങ്ങനെ ഒഴുകി വന്നു. ഈ മരത്തടികളെല്ലാം അതിങ്ങനെ ചേർന്ന് വന്ന് നിന്നു. എവിടെ നിന്നാണെന്ന് അറിയില്ല, കുറേ കയറും കുറേ വള്ളിയുമൊക്കെ ഇങ്ങനെ കൂടി ചേർന്ന് വന്നു. അതെല്ലാം ഈ മരത്തടികൾ അങ്ങ് വരിഞ്ഞു കെട്ടി, സ്വയം തന്നെ വരിഞ്ഞു കെട്ടി. ഞാനതിൻ്റെ മേലെ വെറുതെ ഇങ്ങനെ കയറി നോക്കിയപ്പോൾ അത് ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് അപ്പുറത്തെ കരയിലേക്ക് എത്തി. യുക്തിവാദികൾ പറഞ്ഞു, കണ്ട മതവിശ്വാസികൾ, ഇവരെ കറാമത്തിൻ്റെ കഥകളാണിത്, അത്ഭുത സിദ്ധികളുടെ കഥകളാണിത്, അല്ലേ, എന്തൊരു പൊട്ടത്തരമാണ് ഈ പറയുന്നത്, ഇതെങ്ങനെ ഒരാൾക്ക് വിശ്വസിക്കാൻ സാധിക്കും? അദ്ദേഹം തിരിച്ചു ചോദിച്ചു, കേവലം ഒരു നദിയിൽ ഒരു ചങ്ങാടം വെറുതെ ഉണ്ടാവും എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ചങ്ങാടം അത് ഒഴുകി വരുന്ന നദിയും അത് ഉൾക്കൊള്ളുന്ന ഭൂമിയും അതിലുള്ള വൃക്ഷങ്ങളും അതിൽ ജീവിക്കുന്ന മനുഷ്യനും മൃഗങ്ങളും പക്ഷികളും അതിന് മുകളിലുള്ള ആകാശവും അതിനപ്പുറത്തുള്ള ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഇതെല്ലാം വെറുതെ ഉണ്ടായി എന്ന് പറയാമെങ്കിൽ എന്തുകൊണ്ടൊരു ചങ്ങാടം വെറുതെ ഉണ്ടായി എന്ന് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? കേവല ബുദ്ധിയാണിത്. ഒരിക്കൽ ഒരു അറബിയായ, ഒരു ഗ്രാമീണനായ അറബി, അയാളോട് ചില ആളുകൾ ചോദിച്ചു, ബിമ അറഫ്ത റബ്ബക്, നീ എങ്ങനെയാണ് നിന്റെ റബ്ബിനെ മനസ്സിലാക്കിയത്? അള്ളാഹു ഉണ്ട് എന്ന് നിനക്കെന്താ തെളിവ്? അയാൾ ഗ്രാമീണനായ അറബിയാണ്, ഒട്ടകങ്ങളോടൊപ്പം ജീവിക്കുന്നയാളാണ്. അയാൾ പറഞ്ഞു, അൽ ബഅറതു തദുല്ലു അലൽ ബഅീർ, മരുഭൂമിയിലൂടെ നടക്കുന്ന സന്ദർഭത്തിൽ ഒട്ടകത്തിന്റെ കാഷ്ടം വീണ് കിടക്കുന്നത് കണ്ടാൽ എനിക്ക് മനസ്സിലാവും അവിടെ കൂടെ ഒട്ടകം പോയിട്ടുണ്ട്. വെറുതെ ഒരു ഒട്ടക കാഷ്ടം അവിടെ വീണ് കിടക്കില്ല എന്ന് എനിക്കറിയാം. കാൽപ്പാടുകൾ കണ്ടാൽ ആ കാൽപ്പാടുകളിലൂടെ ചില ആളുകൾ നടന്നു പോയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണ് എങ്കിൽ അനേകം വഴികൾ കൂട്ടുപിടഞ്ഞു കിടക്കുന്ന ഈ ഭൂമി, അതിൽ അവസാനിക്കാതെ തിരമാലകൾ അടിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്രം, ആകാശത്തിൽ അനേകം ഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ, അവയുടെ മണ്ഡലങ്ങൾ, ഇവയെല്ലാം സൂക്ഷ്മജ്ഞാനിയായ, അങ്ങേറ്റം അറിവുള്ളവനായ, സർവ്വതും അറിയുന്ന ഒരു റബ്ബ് അവനെക്കുറിച്ച് അറിയിക്കുന്നില്ലേ?
സാധാരണ ബുദ്ധിയാണത്. ഒരു ഗ്രാമീണ അറബി അയാൾ പറഞ്ഞ തെളിവാണ്.